അപ്പോൾ ഗൈസ് ഇന്ന് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. കമ്പനിയത്തെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കഴിക്കാനിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അധികം തിരക്ക് ഉണ്ടായിരുന്നില്ല ചെന്നപ്പോൾ. അപ്പോഴേക്കിനും പെണ്ണും ചെക്കനൊക്കെ വന്ന് അവർ സ്റ്റേജിൽ കയറി കേട്ടോ. പിന്നെ ഏട്ടൻ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറും വാനില ഫ്ലേവറും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കല്യാണം എന്ന് പറയുന്നത് അടിപൊളി വൈബായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പാട്ടും ഡാൻസൊക്കെ കേട്ടോ അടിപൊളിയായിരുന്നു. പിന്നെ കമ്പനിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു, സാർമാരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൈബായിരുന്നു കല്യാണം. അങ്ങനെ അടിച്ച് പൊളിച്ച് പോന്നു കേട്ടോ അവിടുന്ന്. അങ്ങനെ അവിടുന്ന് വേഗം പോന്നു കേട്ടോ. അവിടുന്ന് പോന്നിട്ട് നമ്മൾ ഷോപ്പ് സിറ്റിക്ക് വന്നായിരുന്നു. അവിടെ അനിയത്തിയും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ വേഗം വരാൻ പറഞ്ഞപ്പോൾ നമ്മൾ വേഗം വന്നു. എന്നിട്ട് ചിക്കനിൽ കയറി. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കല്യാണത്തിന് കൂടി നന്നായിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ എന്നിട്ട് കുഞ്ഞിനെ കിയാന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് കൊക്കക്കോളയും കിയാനൊരു മിൽക്ക് ഷേക്കും മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ വീണ്ടും ഇവിടേക്ക് പോയിട്ടാ KFC ചിക്കനിലേക്ക് പോയിട്ടാ. അവിടെ പോയിട്ട് ചിക്കൻ കഴിച്ചു. ആദ്യം ഏട്ടനും അവരെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ കഴിക്കാൻ വിചാരിച്ചു. മോനുണ്ടല്ലോ അപ്പോൾ അവനായിട്ട് അവിടെ ഇരുന്ന് കളിച്ചു. എന്നിട്ട് ഞാനിരുന്ന് കഴിക്കാൻ കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ കുറേ നാളായി ചിക്കൻ കഴിച്ചിട്ട്. അപ്പോൾ അത് കഴിച്ച് ഹാപ്പി ആയിട്ട് പിന്നെ നമ്മൾ സുഡിയോയിൽ കയറിയായിരുന്നു. സുഡിയോ കയറിയത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നേരെ ട്രെൻഡ്സിൽ കയറിയിട്ട് സത്യം പറയാലോ ഒട്ടും കളക്ഷനില്ലാത്ത പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. എനിക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മളവിടെ പുറത്തൊക്കെ ചുറ്റി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേഗം പോന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അവർ എല്ലാവരും വീട്ടിലേക്ക് പോയി. നമ്മൾ നേരെ എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബൈക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കിലായതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നെസ്റ്റോയിൽ കയറി. നെസ്റ്റോയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയുക വലിയൊരു സംഭവമായിരുന്നു നെസ്റ്റോ എന്നുള്ളൊരു ഫീലൊക്കെ ആയിരുന്നു. ഇതൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് കുറേ കൂടെ എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്ര ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ. അപ്പം അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി ഫുൾ കറങ്ങി അടിച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി. പിന്നെ സൺഗ്ലാസ്സൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ അങ്കംവെട്ടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണം കേട്ടോ. എൻ്റെ വരെ അങ്കംവെട്ടുകളാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് അപ്പോൾ ബൈ.